നമ്മൾ ആത്മാർത്ഥമായിട്ട് കർത്താവ് ഇച്ഛിക്കുന്നത് പോലെ, നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനിൽ വസിക്കാൻ. ഹല്ലേലൂയ. യോഹന്നാൻ 15-4 വായിക്കുന്നുണ്ട്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. അവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്നിൽ വസിക്കുവിൻ. ഹല്ലേലൂയ. നമ്മളാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നടുവിൽ, പ്രതികൂലങ്ങൾക്ക് നടുവിൽ ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വരുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അവനിൽ വസിക്കും. ഹല്ലേലൂയ. താഴോട്ടുള്ള വചനങ്ങളിൽ പറയുന്നത്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നിനും കഴിയത്തില്ല. ഒരു കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാവോ, നമ്മളിൽ ഫലം കായ്ക്കുന്നുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം, കർത്താവ് നമ്മളിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവനിൽ വസിക്കുന്നില്ല എന്നർത്ഥം. കർത്താവോടൊന്ന് പ്രാർത്ഥിച്ച്, അപ്പാ അങ്ങിലൊന്ന് വസിക്കണം, അങ്ങിലൊന്ന് വസിക്കണം, അങ്ങിലൊന്ന് വസിക്കണം, അങ്ങിലൊന്ന് വസിക്കണം, അങ്ങിലൊന്ന് വസിക്കണം. അപ്പാ എനിക്ക് അങ്ങിലൊന്ന് വസിക്കണം, അപ്പാ എനിക്കൊന്ന് വസിക്കണം. കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ചതുപോലെ അവന്റെ സ്വഭാവം, അവൻ നമ്മളോട് കാണിച്ച സ്നേഹം, അവൻ ഈ ലോകത്തോട് കാണിച്ച സ്നേഹം നമ്മളിൽ കൂടി ഒന്ന് വെളിപ്പെടുവാൻ വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം എന്നെ ഒന്ന് ഏൽപ്പിച്ചു തരുന്നു, എന്നെ ഒന്ന് ഏൽപ്പിച്ചു തരുന്നു. നമുക്ക് കർത്താവിനുമായിട്ടുള്ള ബന്ധം എപ്പോഴും സ്റ്റേബിളായി നിൽക്കണമെന്നില്ല, എപ്പോഴെങ്കിലൊക്കെ വിട്ടുപോകാം. പക്ഷേ അവിടെ അപകടം എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്. നമ്മൾ ആ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുമ്പോഴാണ്. ചിലപ്പോ അതിനുള്ള കാരണം നമ്മുടെ ഗിൽറ്റാവാം. ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ട് എങ്ങനെ കർത്താവിന്റെ അടുക്കിലേക്കൊന്നും മടങ്ങിച്ചു, ഞാൻ അപ്പന്റെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞ് എന്നെ അപ്പൻ ആക്സെപ്റ്റ് ചെയ്യോ? ഒരുപക്ഷെ ദേഷ്യമാകാം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലെന്നുള്ള ദേഷ്യമാകാം. പക്ഷെ ഇന്ന് പകൽക്കാലം അപ്പന്റെ അടുക്കിലേക്ക് ഓടിച്ചു ആഗ്രഹിക്കുന്നു. Take the first step. അവനിൽ വസിക്കുക. നമ്മൾ അവനിൽ വസിച്ചാൽ, അവന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നാൽ, നമ്മളെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് മുത്തം നൽകി നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം മടക്കി തരുന്നു. എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം, എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ അപ്പനുമായിട്ടുള്ള സ്നേഹം, എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ അപ്പനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇത് പകൽക്കാലം അതൊന്ന് തിരിച്ചു പിടിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ഉടനായ പുത്രൻ പന്നിക്കുഴിയിൽ കിടന്നതുപോലെ അവനെടുത്തൊരു തീരുമാനമുണ്ട്. അപ്പന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങിച്ചില്ല. അപ്പനോട് ഞാൻ പറയപ്പാ, നിങ്ങളോട് സ്വന്തത്തോട് പാപം ചെയ്തു പോയപ്പോ എന്ന് പറഞ്ഞ അപ്പനെ കെട്ടിപ്പിടിക്കും. തിരിച്ചുള്ള റെസ്പോൺസ് എന്താണെന്ന് അവനപ്പോ ആലോചിച്ചില്ല. അവൻ വിചാരിച്ചു എന്നെ വഴക്ക് പറയും, ചിലപ്പോ എന്നെ മാറ്റി നിർത്തിയേക്കാം. പക്ഷേ അപ്പൻ ചെയ്തത്, അവൻ വരുന്നത് ദൂരത്ത് നിന്ന് കണ്ടു, ദൂരത്ത് നിന്ന് കണ്ടു. നമ്മൾ എത്രയൊക്കെ ദൂരെ പോയാലും നമ്മളെ കാണുന്ന ഒരു ദൈവമാണ്. നമ്മളെ എത്രയെല്ലാം അകലത്തിൽ പോയാലും നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ്. അവൻ ആഗ്രഹിക്കുന്ന
ജീവിതത്തിലും അപ്പനെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. ചെറിയ കാര്യങ്ങളിൽ പോലും അപ്പനെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് അപ്പനോട് കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ശത്രുവിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മൾ തിരിച്ചു ചെല്ലാതിരിക്കാൻ, ഹല്ലേലൂയ നമ്മൾ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാതിരിക്കാനാണ് ശത്രു ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ പറയും ദൈവം നമ്മോട് ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും നീ എങ്ങനെ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കും? ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രത്തോളം നീ പ്രാർത്ഥിച്ചിട്ട് എന്താ ഉണ്ടായേ? വല്ല മറുപടിയും തന്നോ? ഇതൊക്കെ പിശാച് നമ്മുടെ മൈൻഡിൽ ചെന്നത്. പക്ഷേ അപ്പൻ പറയുന്നത് എന്റെ കൃപ നിനക്ക് മാത്രം. അതൊന്ന് ചേർന്ന് പറഞ്ഞേ, കർത്താവിന്റെ കൃപ എനിക്ക് മതി, കൃപ എനിക്ക് മതി, കൃപ എനിക്ക് മതി, കൃപ എനിക്ക് മതി. എത്ര ആഗ്രഹിക്കുന്നുണ്ട് കർത്താവേ അങ്ങയുടെ കൃപ എനിക്ക് മതി. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അങ്ങയുടെ കൃപ എനിക്ക് മതി. ഹല്ലേലൂയ. അങ്ങയുടെ കൃപയാണ് എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. എന്റെ ബലഹീനതകൾ എന്തെല്ലാം ആയാലും അതിൽ ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ തികഞ്ഞു വരുമാറാക്കുന്നത്. ദൈവകൃപയിൽ ഒന്ന് തികഞ്ഞു വരുവാൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. ഹല്ലേലൂയ. ബലഹീനതകളെ നോക്കി ഇന്ന് ഗിൽറ്റായിട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് എന്നെ അടുപ്പിക്കുന്നതിന് ആ ബലഹീനതകൾ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് പറയുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ എന്റെ ദൈവത്തിനെ എന്നോട് അടുപ്പിക്കും.